മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നിമിഷങ്ങളുടെ ഇടവേളകളിൽ ചെകുത്താനായും ദൈവമായും മാറുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് അമ്മമാരറിയാൻ അധ്യായം 2 ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു കുട്ടികളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന പേരൻസിനായി രക്ഷകർത്താക്കൾക്കായി ഈ അധ്യായം സമർപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെ പുതിയ തലമുറയിലെ കുട്ടികളെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും, അവരുമായി എങ്ങനെ ഇടപഴകാൻ സാധിക്കും, ചില മാർഗനിർദ്ദേശങ്ങൾ, ചില ടിപ്സ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗ മേധാവി ഡോക്ടർ വർഗീസ് പുന്നൂസ്, ആക്ടിവിസ്റ്റും അഡ്വക്കേറ്റുമായ അഡ്വക്കേറ്റ് മോഹൻദാസ്, കോട്ടയം ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂഷനിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മായ സൂസൻ ജേക്കബ്, കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിക്സ് കൺസൾട്ടന്റ് ഡോക്ടർ നീന ഷില്ലൻ, 101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച മാസ്റ്റർ മിനോൻ. ഡോക്ടർ പുന്നൂസ്, കുട്ടികളിൽ ഉണ്ടാവുന്ന സെക്ഷൽ പെർവേർഷൻസ്, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അടുത്ത കാലത്ത് മലയാളി വായിച്ചത്, ഹൈസ്കൂളിൽ പോലും എത്താത്ത ഒരു ആൺകുട്ടി ഒരു LKG നഴ്സറി കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വാർത്ത കേരളത്തിൻ്റെ മനസാക്ഷി അടുത്ത കാലത്ത് ഞെട്ടിക്കുകയുണ്ടായി. ആ കുട്ടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പേരൻസിനെ കുറിച്ച് ആണ് നമുക്ക് ടെൻഷൻ. ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ല. ഈ ആൺകുട്ടിയെ വളർത്താതെ പോയ അല്ലെങ്കിൽ ആ നേർവഴിക്ക് കൊണ്ടുപോകാതെ പോയ പേരൻസ് എന്തായിരുന്നിരിക്കാം സാഹചര്യം? ഇവിടെ പേരൻസിനെ മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിലൊന്നും പ്രതികൂട്ടത്തിൽ നിർത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം നല്ല പേരൻറ്റിങ് ഉള്ള കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പെർവേർഷൻ്റെ എക്സാമ്പിളാണ്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പീഡോഫീലിയ, ചെറിയ കുട്ടികളോട് വളരെയധികം ലൈംഗികമായിട്ട് ആസക്തി തോന്നുകയും അവരെ ക്രൂരമായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. കുട്ടിക്ക് 11 വയസ്സ് പൂർത്തിയാകുന്നേ ഉള്ളൂ ആൺകുട്ടിക്ക്. അല്ല, ഞാൻ പറഞ്ഞു വരാം. അതുകൊണ്ട് എല്ലാ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ ഒരു സാമാന്യവൽക്കരിക്കരുത്. അത് അങ്ങനെ ഒരു പ്രശ്നം ആദ്യമേ തന്നെ ഉണ്ട്. അതിനെ മാത്രം അമിതമായ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അപകടങ്ങളും ഉണ്ട് അതിനകത്ത്. ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എനിക്കും ആകാമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരാം. ഈ ഒരു കുട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയൽ പ്രോബ്ലമാണ്. ഒരൊറ്റ കേസുകൾ ഒരു സംഭവം മാത്രം എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന്, നമ്മൾ അതിൻ്റെ ശാരീരിക വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ സമീപകാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ മനുഷ്യ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളുടെ പിന്നിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് മീഡിയകളുടെ ഒരു ആവിർഭാവത്തോടുകൂടി ഇൻ്റർനെറ്റിലെ പോർണോഗ്രഫിയൊക്കെ പല കുട്ടികളും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ ഉള്ള കുട്ടികളെല്ലാം ഈ ഇൻ്റർനെറ്റിലെ പോർണോഗ്രാഫിക് വൈകൃതങ്ങളോടൊക്കെ വളരെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ മനസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു എന്ത് ത്യജിക്കണം, എന്ത് സ്വീകരിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവേചന ബുദ്ധി അവരുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള രതി വൈകൃതങ്ങളൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി വിഷ്വൽ ഡിസ്പ്ലേ, തലച്ചോറ് വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാഴ്ചകൾ കൂടി ഉണ്ടാകുന്ന ഒരു പ്രചോദനം. ആ വിഷ്വൽ സ്റ്റിമുലേഷൻ വഴി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് ആക്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു നമുക്ക് മറ്റ് ബാഹ്യമായിട്ടുള്ള ബയോളജിക്കൽ ഡ്രൈവുകളൊന്നും മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് അടിസ്ഥാന പ്രോഗ്രാമിങ് അതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ അതിനോട് കിട്ടുന്ന ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന വിഷ്വൽ മീഡിയ, ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ കിട്ടുന്ന പോർണോഗ്രാഫിക് സ്റ്റിമുലേഷനുകളൊക്കെ വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത കാലത്ത് നമ്മുടെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ, ബോംബെയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ് റേപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ അമ്മ അടുത്ത കാലത്തൊരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ആ മാധ്യമം അവരെ തേടി ചെല്ലുകയായിരുന്നു. ഒരു ചേരിയിലാണ് ഇവരുടെ വീട്, ആ മില്ലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേരിയിൽ. ആ ചേരിയിലുള്ള ഈ അമ്മ പറഞ്ഞൊരു വാചകം ഇതാണ്: അവനൊരു ആൺകുട്ടിയാണ്, അവൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ അവന് സാധിക്കും എന്നെനിക്കറിയില്ല. അവൻ പോകുന്നു, അവൻ തിരിച്ചു വരുന്നു, മറ്റൊന്നും അവൻ എന്നോട് പങ്കുവയ്ക്കുന്നില്ല. അമ്മ നിസ്സഹായി കരയുകയാണ്. ഇത് ആ ഗ്യാങ് റേപ്പിൽപ്പെട്ട ഒരു പ്രതിയാണ്. ഡൽഹി ഗ്യാങ് റേപ്പിൽപ്പെട്ട പ്രതിയുടെ അമ്മ പറയുന്നു, അവൻ 13 വയസ്സിന് ശേഷം എന്നോട് മിണ്ടിയിട്ടില്ല, അവൻ ഞാനുമായി സംസാരിച്ചിട്ടില്ല. ഇതേ കേസിൽപ്പെട്ട ക്വാസി ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അമ്മൂമ്മ പറയുന്നു, അവൻ മൈനറാണ്, അവൻ്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി, എനിക്ക് അവൻ്റെ പുറത്ത് പൂർണ്ണ നിയന്ത്രണമില്ല, പക്ഷേ എനിക്കൊന്നറിയാം, അവനത് ചെയ്യില്ല. പല ഘട്ടങ്ങളിലും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അത് വീണ്ടും
ഈ കേസുകളിലെ പ്രതികളുടെ ഇടയിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ഇപ്പം മോഷണത്തിൻ്റെ കാര്യം മകൻ പറഞ്ഞു. മോഷണം തുടങ്ങുന്നത് കയ്യിലില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എനിക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാൻ മോഷ്ടിക്കില്ല. ഇന്ന മാവിൽ നിന്ന് മാങ്ങ പറിക്കരുത്, ഇന്ന പേരയിൽ നിന്ന് പേരക്ക എടുക്കരുത് എന്ന വ്യവസ്ഥ വരുമ്പോഴാണ് പേരക്ക കാണാതിരിക്കുമ്പോൾ ഒരു പേരക്ക പറിക്കും. അപ്പോൾ അതിനെ കുറ്റകൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇവിടെ മാഡം ഇവിടെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഈ വിദ്യാഭ്യാസ കാലത്ത് ഈ കാര്യത്തിൽ ഓപ്പൺനെസ് വേണം. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കൗൺസിലിങ്ങിൽ നടത്തുന്ന മറ്റ് അമ്മമാരോട് ഇതെല്ലാം നന്നായി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്ന ഒരു മാഡം പോലും ഇതേപോലെ ഒരു വേദിയിൽ വിഴുങ്ങി സംസാരിക്കുവാൻ നിർബന്ധിതമാകുന്ന ഒരു സോഷ്യൽ സെറ്റപ്പാണ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പേരൻസിന് സംഭവിച്ചു പോയ ഈ അറിയാതെയുള്ളൊരു ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള ഒരു കപട സദാചാരത്തിൻ്റെ പ്രശ്നം തന്നെയാണോ ഇത്? എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലായി, പെൺകുട്ടി, എന്നിട്ടും ഞാൻ അവളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊരു അമ്മയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അമ്മയ്ക്ക് മകളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള നാണം എന്തിനാണ്? അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അപകടകരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് അത് എത്തിക്കുന്നത്. അമ്മയ്ക്ക് ഇവിടെ അപ്പം എന്നോട് എൻ്റെ കൂടെ അമ്മ പറഞ്ഞത്, കൊച്ചിലെയൊന്നും ഞങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്നു, പക്ഷേങ്കിൽ ഇന്ന് മകൾക്ക് സ്കൂളിൽ നിന്ന് പല അറിവുകളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ മകളത് അത്രയും ആക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. ഓക്കെ, അതുകൊണ്ട് കൂട്ടുകാർ തമ്മിൽ പറയുകയോ ക്ലാസ് ടീച്ചർ പറയുകയോ ഒക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞ മറുപടി. പക്ഷേ ഇതൊന്നുമല്ല, തീർച്ചയായിട്ടും ഒരു അമ്മ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മകൾക്ക് ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അത് അമ്മയിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അമ്മയിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അമ്മമാരുടെ തിരക്ക് കൊണ്ടോ അവയർനെസ് കൊണ്ടോ ചിലപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊരു ബോധ്യം കൊണ്ടോ ഒരു ക്വാളിറ്റി ടൈം ഒന്നും അവരെടുക്കുന്നില്ല, ഒരു ക്വാണ്ടിറ്റി ടൈം ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയാത്തത്. പിന്നെ ഇവിടെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് വിഴുങ്ങുകയല്ല. ഒരു ബോഡി പാർട്സ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ജനനേന്ദ്രിയ ഭാഗത്തിൻ്റെ പേര് പറയാൻ ഇന്ന് പല അമ്മമാർക്കും അറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അല്ലാതെ കേരളത്തിൻ്റെ പുറത്ത് എൻ്റെ കുട്ടി പഠിക്കാൻ പോകുമ്പോൾ മാത്രമല്ല ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഓരോ സ്റ്റേജിലും അതാത് കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയെ തീർച്ചയായിട്ടും കുട്ടിയെ മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ധർമ്മം തന്നെയാണ്. ഒരു പെൺകുട്ടിയോട് അമ്മ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, ആൺകുട്ടിയോടോ? അവരാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസുകളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന പ്രതി ആൺകുട്ടിയാണ്. അവന് ഇത് ബോധ്യം വരുത്തണ്ടേ? അവനൊരു ലൈംഗിക വിദ്യാഭ്യാസത്തിനുള്ള പ്രസക്തിയില്ല, അവൻ്റെ മൂല്യങ്ങൾ വളർത്തേണ്ട മറ്റ് ഏജൻസികൾ ഫെയിലിയർ ആവുന്നു. ഈ ഘട്ടത്തിൽ ആൺകുട്ടിയുമായി ഒരു ആശയവിനിമയത്തിന് അച്ഛന് എത്രത്തോളം സാധ്യതയുണ്ട്? കാണുന്ന അച്ഛന്മാർക്ക് വേണ്ടി പറയാൻ എളുപ്പമാണ്. പെൺകുട്ടികൾക്ക് അമ്മ പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടികൾക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമുക്കിപ്പോൾ ഒരു ചർച്ചാവേദി പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രായോഗികമായിട്ട് പലപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ് സർ? പറഞ്ഞുതരാം. ഈ ആൺകുട്ടികളുടെ ഈ സെക്ഷൽ കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ് അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അതിൻ്റെ ഗുണമേന്മ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇത് കൂടുതലും നടക്കുന്ന ഒരു പിയർ ലേണിംഗ് ആണ്. സ്വന്തം സുഹൃത്തുക്കൾ വഴിയും മുതിർന്ന സുഹൃത്തുക്കൾ വഴിയൊക്കെയാണ് ആൺകുട്ടികൾ ഭൂരിപക്ഷം പേരും സെക്ഷൽ കാര്യങ്ങളെ പറ്റിയോ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അച്ഛനും മകനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ എക്സ്പ്ലിസിറ്റായിട്ടൊന്നും സംസാരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കേരളത്തിലെ സമൂഹത്തിൽ ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പാശ്ചാത്യ സംസ്കാരങ്ങളിലൊക്കെ ഒരുപക്ഷെ അച്ഛനും മകനും കൂടെ ഇരുന്ന് ഇങ്ങനെയുള്ള ഒരു സംഭാഷണം സാധ്യമായേക്കാം അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ. പഠനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു അറിവിൽ അങ്ങനെ പഠനം നടന്നിട്ടില്ല. അതായത് പഠനം കൊട്ടിയാനായിട്ട് ഏറെക്കുറെ സുരക്ഷിതമായ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ കുടുംബ ബന്ധങ്ങളായിരുന്നില്ല, ഇപ്പോൾ അവിടെ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അച്ഛൻ മക്കൾക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ളതല്ല പറഞ്ഞത്. ഒരുപക്ഷെ അവിടെ സാധ്യമായേക്കാം എന്നാണ്, ആ ഒരു രീതിയിലുള്ള ഒരു ആശയവിനിമയം അവിടെ സാധ്യമായേക്കാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനനേന്ദ്രിയത്തിൻ്റെ പേര് ഇന്നതാണ്, അതിൻ്റെ സ്ഥാനം ഇന്നതാണ്, അതിൻ്റെ ഉപയോഗം ഇന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പല എലിമെൻ്ററി കാര്യങ്ങളാണ്, അത് പറഞ്ഞു കൊടുക്കുന്നത് നല്ല തന്നെ. പക്ഷേ ഈ ഒരു വിക്റ്റിമായിട്ട് വരുന്നതോ അല്ലെ ഒരു പീഡകനായിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു നോളജിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അത് സാറ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരാൾ പീഡകനാകുന്നതോ ഒരു വിക്റ്റിമായിട്ടോ മാറുന്നത്. രണ്ട് തരത്തിലുള്ള സ്കില്ലുകൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം കൗമാരത്തിലേക്ക് വരുമ്പം. ഒന്ന്, അവരുടെ ജീവിത നിപുണത, ലൈഫ് സ്കിൽസ്. എല്ലാ കാര്യങ്ങളും ഇന്നത് നാളെ മാറി വരും, ഇന്നത്തെ സാഹചര്യമല്ല 10 വർഷം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഫാക്റ്റുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. ഫാക്ട് ലേണിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, അത് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനിടയിൽ കൂടിയൊക്കെ
ജീവിത നിപുണത എന്താണ്, ലൈഫ് സ്കിൽ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് മോറൽ വാല്യൂസ്, സമൂഹത്തിൻ്റെ വാല്യൂസ്. അപ്പോൾ ലൈഫ് സ്കിൽസ് ആൻഡ് മോറൽ വാല്യൂസ് പഠിപ്പിക്കുക എന്നുള്ളത്, അതിനുള്ള പരിശീലനം വീട്ടിൽ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗികമായിട്ടുള്ള പരിഹാരമെങ്കിലും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഇത്രയും നാളത്തെ കൗൺസിലിംഗ് ജീവിതത്തിനിടയിൽ സമാനമായ കേസുകളിൽ മാഡത്തിന് സ്വകാര്യമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൂടുതലും ഈ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ ചൂഷണങ്ങളൊക്കെ നമ്മളോട് അവർ പറയുമ്പോൾ അത് പലപ്പോഴും അച്ഛനും അമ്മയും അത് മൂടി വെക്കണം എന്നാണ് അവരോട് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. ഇത് പുറത്തറിഞ്ഞാൽ നമുക്ക് നാണക്കേടാണെന്നുള്ളതും തീർച്ചയായിട്ടും ആ വ്യക്തി കൂടുതൽ വൈരാഗ്യത്തോട് നമ്മളോടൊന്ന് പെരുമാറും എന്നുള്ളതുമാണ് പലപ്പോഴും അച്ഛനും അമ്മയും അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യം എന്നാണ് എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ പല പ്രാവശ്യം എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ, പണ്ട് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു മകളെ ഏതെങ്കിലും തരത്തിലുള്ള കാട്ടാളൻ ആക്രമിച്ചാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മകളെ നീ ഒരു ഡെറ്റോൾ ഉപയോഗിച്ച് കുളിച്ച് കളയൂ, അത്രയും നിനക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയാനുള്ള പക്വമായ മാനസികാവസ്ഥ നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് എന്ന് വരും? നമ്മുടെ ഈ സമൂഹം, ഇന്ത്യൻ സൊസൈറ്റി ആസ് സച്ച്, സെക്സിനോട് ഭയങ്കര ടാബു ആണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനോ ആർക്കും പറ്റുന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഏത് രീതിയിൽ സംസാരിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളോട് വളരെ ഒരു പ്ലേഫുൾ മോഡിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ അതിനൊരു പ്രത്യേക വേർഡ് വേണമെന്നും അത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതൊരു പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതാർക്കും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചില ഏരിയാസ് ഉണ്ട്, കൗൺസിലിംഗ് ഏരിയാസ്, അല്ലെങ്കിൽ ഇപ്പം ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ നമുക്ക് പേരൻസിന് തന്നെ ഒരു ആൻറ്റിസിപ്പേറ്ററി ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സിൽ അതാണ് ചെയ്യുന്നത്. പേരൻസിന് തന്നെ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് വരുമ്പം പേരൻസിനോട് പറഞ്ഞു കൊടുക്കും എന്താണ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ നോക്കേണ്ടത്, ചില സട്ടിൽ സൈൻസ് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലില്ല. ആ സിസ്റ്റം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഉണ്ട് അങ്ങനെ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കൊണ്ടുവരണം. പിന്നെ പേരൻസിന് തന്നെ സമയം കിട്ടുന്നില്ല. അതൊരു വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ പേരൻസ് എത്ര സമയം ആണ് കുട്ടികളുടെ കൂടെ ചിലവാക്കുന്നത്. ആ കുട്ടികൾക്ക് തോന്നണമല്ലോ എൻ്റെ പേരൻസ് എനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ആ ഒരു ഫീലിംഗ് കുട്ടികൾക്ക് ഇപ്പോഴില്ല. നമ്മളൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് മുഖ്യ പങ്കുണ്ട്. ആ സ്വഭാവ രൂപീകരണ കാലഘട്ടം എന്ന് പറയുന്നത് ആ കുട്ടികൾ മാതാപിതാക്കളെയാണ് അനുകരിക്കുന്നത്. ഈ അനുകരണ സ്വഭാവത്തിൽ കുട്ടികളെ നമ്മൾ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതിൽ ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ പഠിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ അനുകരിക്കുന്നു എന്നുള്ളൊരു സ്വഭാവം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതല്ലേ നല്ലത്. കുട്ടിയുടെ പ്രായം എന്താണെന്നുള്ള ആശ്രയിച്ചിട്ടാണ് കുട്ടിയെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്, പേരൻസിനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരൻസിനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. എങ്ങനെ കുട്ടിയുടെ പ്രകൃതം മനസ്സിലാക്കാം, എങ്ങനെ കുട്ടിയുടെ പ്രകൃതവുമായിട്ട് മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ പൊരുത്തപ്പെടുത്താം. ഓരോ കുട്ടികൾക്കും ഒരു കുട്ടിയുടേതായ ഒരു പ്രകൃതമുണ്ട്, ടെമ്പറമെൻ്റ് എന്ന് പറയും. അത് വ്യത്യസ്തമാണ്, ജനിക്കുമ്പോൾ തന്നെ വ്യത്യാസമാണ്. പല കുട്ടികൾ 2 കുട്ടികൾ ഒരേ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ മൂത്ത കുട്ടിയുടെ പ്രകൃതവും ഇളയ കുട്ടിയുടെ പ്രകൃതവും തമ്മിൽ വളരെ വ്യത്യാസമായിരിക്കും. അപ്പം കുട്ടിയുടെ പ്രകൃതവും മാതാപിതാക്കൾക്ക് ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും തമ്മിലൊരു ചേർച്ച, ഒരു പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ കുട്ടിക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ചില സതുപദേശങ്ങൾ കൊടുത്തുകൊണ്ടോ ഒന്നും വലിയ കാര്യമില്ല. പേരൻസിനാണ് ട്രെയിനിങ് ആവശ്യമുള്ളത്. പക്ഷേ ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയുടെ തലച്ചോറിൽ ചില പുതിയ കഴിവുകൾ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സെൽഫ് ഡയറക്റ്റഡ്നെസ്, സ്വയമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടും തീരുമാനങ്ങൾ എടുക്കാനായിട്ടും തെറ്റേത് ശരിയേത് എന്നൊക്കെ ഏറെക്കുറെ ഒന്ന് തൂക്കി നോക്കാനും ഒക്കെ ഉള്ള ചില കഴിവുകൾ ഒരു 10-12 വയസ്സിന് ശേഷം കുട്ടിയുടെ തലച്ചോറിൽ ആ പ്രോഗ്രാമൊക്കെ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജിൽ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പരിശീലനമാണ് ആവശ്യം. അല്ലാതെ മാതാപിതാക്കൾ മാത്രം 14-15 വയസ്സുള്ള കുട്ടിക്ക് വളരെയധികം മാതൃകയായിട്ടിരിക്കാനായിട്ട് എപ്പോഴും അച്ഛനോ അമ്മയ്ക്കോ